കുട്ടികളിൽ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? ഹായ്, മൈ നെയിം ഇസ് ഡോക്ടർ റിയ. ഞാൻ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ആണ്. ഒരു പ്രായം വരെ നമുക്ക് ഈ ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ നാവ് മുമ്പിലോട്ട് തള്ളി വരുന്നൊരു ശീലം നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഒരു 4-5 വയസ്സ് വരെ. ചില കുട്ടികളിൽ ഈ ഹാബിറ്റ് ഡെവലപ്പ് ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ അവരുടെ മുമ്പിലത്തെ പാൽപ്പല്ലുകൾ പോയി അടുത്ത പല്ല് വരുന്നതിന് ആ ഒരു ഗ്യാപ്പില് ഈ ഹാബിറ്റ് ചിലവർക്ക് ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ആ പെർമനന്റ് ആയിട്ട് വന്നതിന് ശേഷം ഈ ഹാബിറ്റ് പിന്നെയും നിൽക്കുവാണെങ്കിൽ നമ്മൾ അതിനെ ഇന്റർവീൻ ഡെഫിനറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഇനിയും അതിന് 3 സ്റ്റെപ്സ് ഉണ്ട് ഇതിന്റെ മാനേജ്മെന്റിനായി. അതില് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഹാബിറ്റ് എന്തുകൊണ്ടാണോ ഡെവലപ്പ് ചെയ്തത് നമ്മൾ അതിന്റെ ആ കാരണം ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കണം. ഇനി രണ്ടാമത് നമ്മൾക്ക് അവരെ കുറിച്ച് എക്സസൈസസ്, ടങ് എക്സസൈസസ് പഠിപ്പിച്ചു കൊടുക്കണം. അതായത് അവര് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമിനീർ ഇറക്കുമ്പോൾ അവരുടെ നാവിന്റെ കറക്റ്റ് പൊസിഷൻ, അണ്ണാക്കിൽ തട്ടി നിൽക്കുന്ന ആ പൊസിഷൻ അവരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാല് ചില കുട്ടികൾക്ക് അപ്ലയൻസസിന്റെ ആവശ്യം വരും. അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ പല വിധം അപ്ലയൻസസ്, ടങ് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ടങ് ക്രിപ്പ്, അങ്ങനെയുള്ള അപ്ലയൻസസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ ആവശ്യമുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ അപ്ലയൻസും വെച്ചു കൊടുക്കേണ്ടി വരും. കുട്ടികളിൽ കണ്ടുവരുന്ന ടങ് ത്രസ്റ്റിംഗ് ഹാബിറ്റിന്റെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്.